എന്നതാടി? അത് അപ്പച്ച മോളായിരുന്നോ? ഞാൻ കരുതി എന്റെ സ്വത്തുക്കൾ അടിച്ചോണ്ട് പോവാമെന്ന ആരോ ആണെന്ന്. മോളിവിടെ എന്നാ എടുക്കുവാ? അത് അപ്പച്ചന്റെ കിടക്ക തട്ടി വിരിക്കുക. അപ്പച്ചൻ എങ്ങനെയാ ഇതിൽ കിടന്നുറങ്ങുന്നേ? മുഴുവൻ അഴുക്കും അപ്പച്ച. നാളെ ഞാൻ ഇതൊക്കെ അലക്കാൻ എടുത്തിട്ടേ അപ്പച്ചന് വേറെ വിരിച്ചു തരാം. ഇതിനകത്തോട്ട് ഞാൻ ആരെയും കേറ്റുകയല്ല. മോളായത് കൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തെ. നീ വയറ്റ് കണ്ണിയല്ലയോ? 10 പൈസക്ക് ഗതിയില്ലാത്തൊരു കുഞ്ഞാ എന്റെ വയറ്റില്. അപ്പച്ചൻ വല്ലതും കൊടുത്താലല്ലേ അവന് കിട്ടും. എന്റെ പാവം കുഞ്ഞിന് അപ്പച്ചൻ ഒന്നും കൊടുക്കത്തില്ലേ അപ്പച്ച? കൊടുക്കത്തില്ലേന്നോ? ദാ വലിയപ്പച്ചൻ എന്റെ പൊന്നുമോൻ എന്നതാ കൊടുക്കാൻ പോണെന്ന് മോള് കണ്ടോ? ഇതൊക്കെ മോള് കൊണ്ടുപോയിക്കോ. എന്റെ കുഞ്ഞുമോനുള്ളതാ. എന്റെ കുഞ്ഞുമോനിഞ്ഞു വന്നാലേ ഈ വീടും എസ്റ്റേറ്റും ഒക്കെ അവന്റെ പേർക്ക് ഞാൻ എഴുതി വെക്കും. മോളത് കുഞ്ഞുമോനോട് പറയണം കേട്ടോ. പറയാ. അയ്യോ, എന്റെ കൊച്ചുമോനല്ലാതെ പിന്നെ ഞാൻ ആർക്കാ കൊടുക്കുക? ഇതെല്ലാം ഇതെല്ലാം അവൻ എടുത്തോട്ടെന്നേ. ഇച്ചായ, എവിടായിരുന്നടി നീ ദേവരെ? ഇത് കണ്ടോ? ഈ ഷേർലിയുടെ മിടുക്ക് ഇപ്പൊ ഇച്ചായന് ബോധ്യായോ? എന്റെ കൊച്ചേ, ഇത് എന്റെ മിടുക്ക്, എന്റെ നാക്കിന്റെ മിടുക്ക്. തെങ്ങുമുട്ടി തറവാട്ടിലെ പേരക്കുട്ടി ദരിദ്രനായി ജനിക്കുമല്ലയോന്ന് പറഞ്ഞ് ഞാൻ ഒരു കരച്ചില്. ഉടനെ അലമാര തുറന്ന് ഇതൊക്കെ വാരി എടുത്ത് തന്നു ആ പ്രാന്തൻ. നിന്നെ സമ്മതിച്ചു. നീ എന്റെ ഭാര്യ ആകേണ്ടവള് തന്നെയാ. താക്കോല് നീ ഇവിടെ എടുത്തേ? രക്ഷയില്ല, അത് മടി തന്നെ വെച്ച് നടപ്പാ. പക്ഷേ ഇനി നമ്മൾ ആ താക്കോലും തപ്പി നടക്കണ്ടിച്ചായ. ഈ വീടും എസ്റ്റേറ്റും ഒക്കെ നമ്മുടെ കൈ വരും. അപ്പച്ചൻ അതെന്നോട് തുറന്നു പറഞ്ഞു. പക്ഷേ കുഞ്ഞു വേണം. അതിനിപ്പോ എന്നാ മാർഗ? കെട്ട് കഴിഞ്ഞിട്ട് 3 മാസം ആയില്ലയോ? എന്നിട്ടും ഇങ്ങോട്ട് നോക്കി. നാളെ തന്നെ നമുക്കൊരു ഡോക്ടറെ കാണാം. അതെന്നാ? വേണം വേണം. ഈ വീടും എസ്റ്റേറ്റും ആ അലമാരിയിലെ നോട്ടുകെട്ടുകളും 100 കണക്കിന് സ്വർണ്ണാഭരണങ്ങളും ഒക്കെ എന്റെ കയ്യിൽ വരും. വരുത്തും ഞാൻ. അതിന് എന്റെ മടിയിൽ ഒരു കുഞ്ഞുണ്ടായേ പറ്റൂ. നീ എന്റെ ജീവിതം കൊണ്ടാ കളിക്കുന്നേ? എല്ലാവരും ജീവിതം കൊണ്ട് തന്നെയല്ലേ കളിക്കുന്നേ, അല്ലാണ്ട് മരണം കൊണ്ട് ആരെങ്കിലും കളിക്കോ? എന്റെ പൊന്നിച്ചായ പ്ലീസ്, ആ ചെക്കിങ് ഇതാ. 5 ലക്ഷം. അത് ആയിക്കോട്ടെ, അതെന്തായാലും ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞു. ഇനി എന്റെ മിന്നുകെട്ട് ദിവസമേ ആ ചെക്ക് പണമായിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് പുറത്തു വരൂ. നീ എന്നെ കൊല്ലാനുള്ള പരിപാടിയാണോ? യെസ്, സ്നേഹിച്ചു കൊല്ലാൻ. ഞാൻ ടീനോട് എന്നാ പറയും? ചേച്ചിയുടെ അക്കൗണ്ടിൽ ഒരു 5 കോടിയെങ്കിലും കാണത്തില്ലേ? അതിന്ന് ഇപ്പൊ ഒരു 5 ലക്ഷം കുറഞ്ഞ എന്നെ സംഭവിക്കാനാ? ഇച്ചാൻ ചെന്ന് പറ ചെക്ക് വഴി കളഞ്ഞു പോയെന്ന്. ചില നേരത്ത് ആണുങ്ങൾ ഭയങ്കര മണ്ടന്മാരായി പോകും. അതെന്താ ചായ അങ്ങനെ? കൊച്ചല്ലയോ? അല്ല, ഇത്തിരി വലിയ കൊച്ച. വിളഞ്ഞ വിത്ത. അച്ഛൻ എന്നാ വന്നേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. രോഗവിവരങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് കരുതി. അതെന്നാ പറയാനാ, ഇടയ്ക്കിടയ്ക്ക് വേദന വരും. അതങ്ങ് കടിച്ചു പിടിച്ച് സഹിക്കും. ഒരു പെയിൻ കില്ലർ പോലും കഴിക്കത്തില്ല. ഇതൊക്കെയാ കർത്താവിന്റെ കളികള്. ഒരസുഖവുമില്ലാണ്ട് പയറുപോലും നടന്ന സോനക്കുഞ്ഞ് ഇപ്പോ ഒരു ആക്സിഡന്റിൽ പെറ്റ് ബാംഗ്ലൂരിൽ ആശുപത്രി കിടക്കുവാ. ചാകാറായി കിടക്കുവാന്നാ കേട്ടെ. കഷ്ടമല്ലോ. എന്നാ കഷ്ടമാ? ഇവിടെ ഒരുത്തി പോലീസ് തൊപ്പിയും വെച്ച് സന്തോഷിക്കുമ്പോഴാ റിച്ചാർഡ് സാഹിബിന് കഷ്ടം തോന്നുന്നേ. അച്ഛൻ എന്നായി പറയുന്നേ? സോനയ്ക്ക് ആക്സിഡന്റ് പറ്റിയാല് സെലീനക്ക് സന്തോഷമാണെന്നോ? പിന്നല്ലാതെ. ഇനി നീരേറ്റ് സാമ്രാജ്യം മുഴുവൻ IPS കാരിയുടെ കയ്യിലല്ലയോ? സെലീനയെ ഉപേക്ഷിച്ചത് മണ്ടത്തരമായി പോയി. അല്ല, ഇപ്പോഴും സമയം വൈകിട്ടില്ല കേട്ടോ. ടീന ജാവ കിടക്കൂല്ലയോ? ഒരിക്കൽ കൂടി സെലീനയുടെ പുറകെ ചെന്ന റിച്ചിക്കുട്ടന് ഭൂലോകം തന്നെ കീഴടക്കാം.
വേണ്ട കരുമ. ഞാൻ നേരത്തെ പറഞ്ഞതിനൊരു മാറ്റമില്ല. ഇനി എന്റെ ജീവിതത്തിന് ആരുടെയും കാവല് വേണ്ട. നീ നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്. ഇനി എന്റെ ജീവിതത്തിൽ ആലോചിക്കാനും പ്രവർത്തിക്കാനും എന്താ ഉള്ളത്? സംഘടനാ പ്രവർത്തനം നടത്തി ആദിവാസികളെ വെളിച്ചം കാണിക്കാൻ ശ്രമിച്ചു. മന്ത്രിയായി, ജയിലിൽ കിടന്നു. 3 തവണ കല്യാണപ്പുടവ എടുത്തു. അതൊക്കെ പോരെ? ഒരു പെണ്ണിന് ജന്മസാഫല്യം കിട്ടാൻ വേറെന്താ വേണ്ടത്? അതുകൊണ്ട് ഒത്തിരി ആലോചിച്ചുള്ള വർത്തമാനവും പ്രവൃത്തിയും ഒക്കെ ഞാൻ നിർത്തി. കരിമം പോവാൻ നോക്ക്. ഇനി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് വന്നാ മതി. കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ ചിന്നു. എന്നിട്ടും എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? എങ്ങനെ? ബാക്കിയോട് പറ. ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നെന്നാണോ? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ? ഇനിയിപ്പോ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള ക്രൂരതയും കൂടി ചെയ്യാനുണ്ട് എനിക്ക്. ജയിലിൽ ചെന്ന് കിടക്കല്. ആ ക്രൂരത ഞാൻ തന്നെ ചെയ്തല്ലേ പറ്റൂ. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലയ്ക്ക് കൊടുത്തു. നിസ്സാരമായ ആ കുറ്റത്തിന് കോടതി ഒരു ജീവപര്യന്തം വെച്ച് നീട്ടും. അതും വാങ്ങി ഞാനങ്ങ് ജയിലിൽ പോകും. അതും ഞാൻ നിന്നോട് ചെയ്യുന്ന ഭയങ്കര ക്രൂരതയാ. എന്ത് ചെയ്യാനാ കരുമ? ദൈവം എനിക്ക് തന്നത് ഒരു ക്രൂര മനസ്സായിപ്പോയി. എല്ലാരെയും നോവിച്ച് രസിക്കട്ടെ ഞാൻ. കരിമം പോ. ചിന്നു, വിളിക്കണ്ട. ഇനി അങ്ങനെ വിളിക്കുമ്പോ കരിമന്റെ കൈകളിൽ ആ കുഞ്ഞുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ നിന്റെ മുമ്പിൽ വരൂ. എന്നാ ഭാര്യയെ മെറ്റേണിറ്റി വാർഡിൽ അഡ്മിറ്റ് ആക്കിയ ഭർത്താവിന്റെ ഒരു മട്ട്. അത് നിന്നോടങ്ങനെ പറയാന്ന് വെച്ച് വിഷമിക്കായിരുന്നു ഞാൻ. നമ്മുടെ മോനെ തിരിച്ചിട്ടാൻ വേണ്ടി നീ തന്ന 5 ലക്ഷം രൂപയുടെ ചെക്ക് വഴിയിൽ കളഞ്ഞു വീട്ടീന. എന്റെ കർത്താവേ, അത് ക്യാഷ് ചെക്ക് അല്ലേ? അപ്പൊ തന്നെ ബാങ്കിൽ വിളിച്ച് പറയാനില്ലേ സ്റ്റോപ്പ് പേയ്മെന്റിന്? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ ആ 5 ലക്ഷം പോയി. അതെ ടീന, അത് പോയി. അല്ല, ആ ചെക്ക് ആരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലോ? റിച്ച് നാളെ രാവിലെ 10 മണിക്ക് തന്നെ ബാങ്കിൽ ചെന്ന് മാനേജറെ കണ്ട് കാര്യം പറ. ഇല്ല ടീന, അത് പോയി. അതെങ്ങനെയാ ഇത്രയും ഉറപ്പായിട്ട് റിച്ചി പറയുന്നേ? അത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചിരുന്നു. ആ ചെക്ക് കളക്ട് ചെയ്ത് പോയിന്നാ മാനേജർ പറഞ്ഞേ. മാനേജറെ തന്നെയാണോ കണ്ടേ? അതെ ടീന. ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അത് ആ ചെക്ക് ടിങ്കമോൾക്ക് സമ്മാനിച്ചു. വഴിയിൽ കളഞ്ഞു പോയെന്ന് പറയാൻ അവള് തന്നെ ഉപദേശിച്ചു. എന്റെ ഭർത്താവ് ആ നുണ വെള്ളം ചേർക്കാതെ എന്റെ മുന്നിൽ വന്ന് വിളമ്പി. ടീന, സത്യമായിട്ട് ഞാൻ കൊടുത്തല്ല, അവൾ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തതാ. കരുണക്കുറ്റിക്കൊന്ന് കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങാൻ എന്തേ പറ്റിയില്ല? പ്രേമം അല്ലേ? നീ ചുമ്മാ എഴുതാപ്പുറം വായിക്കണ്ട. ദേ, എനിക്ക് എന്റെ കുഞ്ഞിനെ 24 മണിക്കൂറിനകം കിട്ടണം. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ പിന്നെ ഞാൻ തനിച്ച മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എല്ലാരും പുറത്താ. ടീന പ്ലീസ്, ഒരു 5 ലക്ഷം കൊണ്ട് എനിക്ക് താ. ഇല്ല, 10 പൈസ പോലും കിട്ടത്തില്ല. പ്ലീസ്, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ? അതെ, കുഞ്ഞിന് വേണ്ടി തന്നെയാ ഞാൻ പറയുന്നേ. ആരെ കൊന്നിട്ടായാലും ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ എന്റെ മുന്നിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ അപ്പനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. നിങ്ങളെ ഞാൻ ദുഷ്ട, കൊച്ചുങ്ങൾ ഉണ്ടാകത്തില്ലേ പിന്നെ എന്നത്തിനും എന്നെ കല്യാണം കഴിച്ചേ? നരക കുഴി തള്ളാനോ? അതിപ്പോ പിന്നെ ഞാൻ മിണ്ടരുത്, നാണം കെട്ടവൻ. എന്റെ പൊന്നു ഷെർലി, പുറത്ത് കേട്ടാ നാണക്കേടാ. എനിക്ക് മാത്രമല്ല, നിനക്കും. എനിക്ക് എന്നാ നാണക്കേട്? നാണക്കേടൊക്കെ നിങ്ങൾക്ക് തന്നെയാ. ഒന്ന് പതുക്കെ പറ. ഇന്നു തൊട്ട് നിന്റെ അടിമയായി ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. കമാന്ന് മിണ്ടത്തില്ല. പക്ഷെ നീ ഇക്കാര്യം ആരോടും മിണ്ടരുത്. ഇങ്ങോട്ട് നോക്കിയേ, സത്യമായിട്ട് ഞാൻ നിന്നെ ചതിച്ചതല്ല. എന്നെ കുന്തമായാലും ശരി, എനിക്കൊരു കുഞ്ഞു വേണം. ഈ വീട് എസ്റ്റേറ്റും ഒക്കെ സ്വന്തമാക്കാൻ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു പിറക്കണം. ഒപ്പന്റെ വേഷം കെട്ടി മിണ്ടാതെ നിന്നോണം അവിടെങ്ങാനും. നേരത്തെ പറഞ്ഞു തന്നെയാ ഇപ്പോഴും എനിക്ക് നിന്നോട് പറയാനുള്ളേ. നിന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. കുഞ്ഞിനെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. ബോബൻ ഇപ്പൊ സ്ഥലത്തില്ല.
അയാൾ തിരിച്ചു വന്നാൽ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ചിന്നു. മനസ്സ് തകർന്ന അവസ്ഥയില്ല സെലീന കുഞ്ഞ ഞാൻ. എന്ത് വേണമെന്നോ എങ്ങനെ നീങ്ങണമെന്നോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആദിവാസികളെ തൊട്ടുകളിച്ചാൽ അത് തീക്കളിയാവുമെന്ന് എല്ലാവർക്കും അറിയാം. അക്കരെ കാട്ടിച്ചെന്ന് ഞാൻ വല്ലതും കാട്ടിക്കൂട്ടിയാ ഞാനായിരിക്കും കുരിശി കയറേണ്ടി വരിക. എനിക്കറിയാം അതൊക്കെ. അല്ല, ഞാനെന്ന് ചോദിച്ചോട്ടെ സെലീന കുഞ്ഞെ, കുഞ്ഞു മരിച്ചു എന്നും ദഹിപ്പിച്ചു എന്നും പറയുന്നത് സെലീന കുഞ്ഞ് വിശ്വസിക്കുന്നുണ്ടോ? ദഹിപ്പിച്ച സ്ഥലം എനിക്ക് കാട്ടിത്തന്നു. സത്യാവസ്ഥ അറിയാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. രഹസ്യമായിട്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനവും വേണ്ടിവരും. വേണം. ഉരല് തള്ളിയിട്ട് കുഞ്ഞിനെ ആരാ കൊന്നത്? ഞാൻ ആലോചിച്ചിട്ട് ഒരു ഉത്തരമേ ഉള്ളൂ. കുഞ്ഞിനെ ആരാണോ കുളക്കരയിൽ ഉപേക്ഷിച്ചത് അയാൾ തന്നെ. എല്ലാ തരത്തിലും അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചതാ പോലീസ്. പക്ഷേ തെളിവുകളൊന്നും അവശേഷിച്ചിരുന്നില്ല. ആകെ സംശയിക്കേണ്ടത് അത് ബോബന്റെ കുഞ്ഞല്ല എന്ന് വിശ്വസിച്ചിരുന്ന അന്നാമ്മച്ചേടത്തിയ. പക്ഷേ ചേടത്തി അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. പള്ളി പോവാനല്ലാതെ അന്നാമ്മച്ചേടത്തി വീടിന് പുറത്തിറങ്ങാറുമില്ല. എങ്കിൽ കുഞ്ഞു മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കാമല്ലേ? അതെ, ഞാനും ആ വിശ്വാസത്തിൽ തന്നെയാ. ചെമ്പകം പറഞ്ഞത് സത്യമാണോന്നറിയാൻ ആ ചുടലക്കാട്ടിൽ ചെമ്പകം കാട്ടിത്തന്ന സ്ഥലം കുഴിച്ചു നോക്കണം. പോലീസ് അതിന് തുനിഞ്ഞാൽ ചിലപ്പോ മിനിസ്റ്റർ തന്നെ ഇടപെട്ടെന്ന് വരും. അതുകൊണ്ട് രാത്രിയിൽ നിനക്കും എനിക്കും വേണ്ടി കരുമൻ അത് ചെയ്യണം. ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എങ്ങോട്ടാ ഇറങ്ങിപ്പോയതാ കരുമൻ? സാരമില്ല, ഞാൻ കണ്ടുപിടിച്ച് ഇക്കാര്യം ഏൽപ്പിച്ചോളാം. അവനത് ചെയ്തോളും. 2 അടി കുഴിക്കുമ്പോൾ തന്നെ അറിയാം കാര്യങ്ങളുടെ സത്യാവസ്ഥ. നേരത്തെ കുഴിവെട്ടി വിറകടുക്കി ദഹിപ്പിച്ചതാണെങ്കിൽ 2 അടി ആവുമ്പോഴേക്കും എല്ലും മറ്റ് അവശിഷ്ടങ്ങളും കണ്ടുകിട്ടും. കിട്ടിയില്ലെങ്കിൽ മേലെ മാത്രം മണ്ണ് വെട്ടി പോലീസിനെ പറ്റിക്കാൻ ഒരു കുഴിമാട ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പാവും. ഇന്ന് രാത്രി തന്നെ കരുമൻ അത് ചെയ്തിരിക്കും. കാര്യങ്ങളാകെ കുഴഞ്ഞു പറയുന്ന മട്ടാണല്ലോടി. എന്താ എന്താ പറ്റിയത്? പോലീസ് കുഴപ്പമുണ്ടാക്കുന്ന ലക്ഷണമാണ്. അവന്മാരനെ പിടിച്ചോണ്ട് പോവോ? ചിലപ്പോ പോവും. ആദ്യം കൊച്ചിന്റെ കാര്യം ഉറപ്പിക്കണം. ചത്തതിന് തെളിവ് വേണം. അതിന് ഇന്ന് രാത്രി അവര് ചുടല കുഴിച്ചു നോക്കും. കുഞ്ഞിന്റെ എല്ലും തലയോട്ടിയും കണ്ടില്ലെങ്കിൽ നീ പറഞ്ഞ കള്ളത്തരം പോലീസ് മനസ്സിലാക്കും. നിന്നെ മാമനെ ഉടനെ തന്നെ പിടിച്ച് ജയിലിനകത്താക്കും. കള്ളത്തരം അല്ലാന്ന് മനസ്സിലായാലാ? അപ്പം കൊച്ചു ശരിക്കും ചത്ത? ചാകാതെ പിന്നെ പോലീസ് വന്ന് തോണ്ടി നോക്കട്ടെ. അപ്പൊ എല്ലും തലയോട്ടി ഒക്കെ കിട്ടും. പോലീസല്ല, കരുമനാ രഹസ്യമായി വന്ന് കുഴി തോണ്ടാൻ പോണത്. ഓ, അവനോ? എങ്കിലും അവനിങ്ങ് വരട്ടെ. ചുരിയ, നമ്മുടെ ആൾക്കാരെ വിളിച്ച് കൂട്ടം കുടിക്കണം. രാത്രി ചൊടലക്കാട്ടില് കാവല് നിൽക്കണം. അവൻ വന്ന് കുഴി വെട്ടിയാല് പിടിച്ചു കെട്ടി തല്ലി കാലൊടിക്കണം. വേണ്ടേ? പക്ഷേ പോലീസിന് അറിഞ്ഞാലേ അവര് തന്നെ വന്ന് കുഴി തോണ്ടും. അപ്പൊ നമ്മൾ എന്നാ ചെയ്യും? അവര് വരട്ടെ. കുഴിമാടം കെട്ടിപ്പിടിച്ച് ഞാനൊരു കിടത്തമായിരിക്കും. എന്റെ മേലെ ആദ്യം വെട്ടേണ്ടി വരിക. വിട്ടുകൊടുക്കത്തില്ലെന്ന് മൂപ്പന് ഊരുകൂട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീയും കൂടെ ഞങ്ങളുടെ ഒപ്പം നിന്നാ മതി. അത് ഞാൻ നിൽക്കാം. പക്ഷേ പോലീസ് ബലം പിടിച്ചാലാ? അതെ, ചെമ്മലപ്പെണ്ണിന്റെ കൊച്ച് കോളറ വന്ന് ചത്തപ്പോ ദഹിപ്പിച്ച കൊഴിമാടാ. പോലീസ് തോണ്ടിയാലേ എല്ലും തലയോട്ടിയും ഒക്കെ കിട്ടും. ആരും പറയത്തില്ല അത് ചെമ്മലയുടെ മരിച്ചുപോയ കൊച്ചിന്റെ ആണെന്ന്. ചെമ്മലെ മലങ്കാലി വിളിച്ച് സത്യം ഇട്ടിട്ടുണ്ട്. ഇക്കാര്യത്തില് പോലീസിനെ തോൽപ്പിച്ച് അടങ്ങൂന്നുള്ള വാശിയില എല്ലാരും. എന്നാ പിന്നെ പേടിക്കാനില്ല. ഇന്ന് രാത്രി കരുമനിങ് വരട്ടെ. അതോടെ അവന്റെ അവസാനം.